ദൈവഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈശോയിൽ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് മാറുവാൻ അമ്മ ഈശോയോട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ പോയി. ബലിയർപ്പണം കഴിഞ്ഞിട്ട് തിരിച്ച് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇതെന്താണെന്നറിയാൻ വേണ്ടി തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ നടന്നു വരികയാണ്. ഈ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിവേദിക്കുന്നത് കണ്ടു, ഒരു പിശാചും എന്നെ തൊടുകയില്ല. ഈ ചേച്ചി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ ഈ ചേച്ചിയെ ശ്രദ്ധിച്ചപ്പോൾ, ഞാൻ 5 വർഷം മുമ്പ് ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് സഹായിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം കൂടാൻ വേണ്ടി ഈ ചേച്ചി അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ധ്യാനം നടക്കുമ്പോൾ ഈ ചേച്ചി എൻ്റെ അടുക്കൽ വന്നിട്ടാണ് കൗൺസിലിങ്ങിനെ നല്ല രീതിയിൽ ബന്ധനമാക്കി അഴിക്കുന്ന ഏതെങ്കിലും കൗൺസിലർമാരുണ്ടെങ്കിൽ പറയണം, അവരുടെ അടുത്ത് എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിടണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നല്ല ദൈവസ്നേഹത്തെക്കുറിച്ചും ഈശോയുമായിട്ട് ഒത്തിരി വ്യക്തിബന്ധത്തിൽ നിൽക്കുന്ന ഒരു ബ്രദറിൻ്റെ അടുത്ത് ഞാൻ ഈ ചേച്ചിയെ പറഞ്ഞു വിട്ടു. ഈ ചേച്ചിയെ പറഞ്ഞു വിട്ടതിന് ശേഷം കൗൺസിലിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ചേച്ചിക്ക് വലിയ അത്ര ഒന്നും ആ കൗൺസിലിംഗ് പിടിച്ചില്ല. കാരണം ബന്ധനത്തെക്കുറിച്ചോ കെട്ടുകളെക്കുറിച്ചോ ഒന്നും ആ ബ്രദർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ ബന്ധനത്തെക്കുറിച്ചും കൂടോത്രത്തെക്കുറിച്ചും കൈവശത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന വേറൊരാളുണ്ട്. ആ പുള്ളിക്കാരൻ്റെ അടുത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഒത്തിരി സന്തോഷമായി. ഈ 5 വർഷത്തിന് ശേഷം ഈ ദേവാലയത്തിൽ അവിടെ വെച്ച് ഇങ്ങനെ ഈ ചേച്ചിയെ കാണുമ്പോൾ ഈ ചേച്ചി പറയുന്നത്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിവേദിക്കുന്നത് കണ്ടു, ഒരു പിശാചും എന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു പോവുകയാണ്. എനിക്കിത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരനെ ഈശോയെ സ്വീകരിച്ചിട്ട് പോകുന്ന ഈ ചേച്ചിയുടെ അതരത്തിൽ നിന്ന് വരുന്നത് 2 വാക്കാണ്. ഒന്ന് സാത്താനും ഒന്ന് പിശാചും. ഈശോയെക്കുറിച്ച് അല്ല, ഈശോയുടെ നാമത്തെക്കുറിച്ച് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രാധാന്യം, ഈശോ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സാത്താനും പിശാചും ഈ 2 വാക്ക് ഇത് തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും ആ ചേച്ചി പോകുന്നത് കണ്ടപ്പോൾ ഒരു മാനസിക നില തെറ്റി ഉള്ള ഒരവസ്ഥയിലാണ് ഇതിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിൽ ഈ ബന്ധനത്തിനും കെട്ടിനും പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ മാനസിക നിലയൊക്കെ തെറ്റി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, ജനങ്ങളെല്ലാവരും അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു, എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളെല്ലാവരും അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. കാരണം ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ടിരുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടും നമുക്ക് ഈശോയെ വിട്ട് ഈശോയിൽ നിന്നുള്ള ആ ഒരു സ്നേഹമോ ഈശോയിൽ നിന്നുള്ള ആ ശക്തിയോ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഈ ബന്ധനം, ഈ കെട്ടും, ഈ കൂടോത്രം, ഈ കൈവശം ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഇതിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടുവെങ്കിൽ ആ ഈശോ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ നാവിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയെ മനസ്സിലാക്കുവാനോ ഈശോയുടെ ആ സ്നേഹം അനുഭവിക്കുവാനോ ഈശോയുടെ ആ ശക്തി അനുഭവിച്ചറിയുവാനോ നമുക്ക് സാധിക്കുന്നില്ല. കാരണം പലരും ബന്ധനത്തിനും കൈവശത്തിനും കൂടോത്രത്തിനും ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് പറഞ്ഞ് വിശ്വാസികളെ ഈശോയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ് കൊളോസോസ് 2:15, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഇവിടെ പലരും അല്ലെങ്കിൽ കൂടോത്രത്തിനാണ്, ബന്ധനത്തിനാണ്, കെട്ടിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് പലരെയും ഇതുപോലെ മാനസിക നില തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്ത് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയെ അനുഭവിച്ചറിയുവാൻ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ബന്ധനം ഒരു സൈഡിലുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ, കെട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ, കൂടോത്രമോ കൈവശം അവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ കിടന്നോട്ടെ. പക്ഷേ നമ്മൾ നോക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയെയാണ്.
പരിശുദ്ധ കുർബാനയിലുള്ള കടന്നു വരുന്ന ഈശോയെ പ്രഘോഷിക്കാതെ, അല്ലെങ്കിൽ ബന്ധനത്തിനും കെട്ടിനും കൈവശത്തിനും കൂടോത്രത്തിനും പ്രഘോഷിച്ച് വിശ്വാസികളെ, അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് വിശ്വാസികളെ അകറ്റുമ്പോൾ അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ പ്രഘോഷിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ഈശോയെ തൊട്ടവരും സൗഖ്യപ്പെട്ടുവെങ്കിൽ ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയിൽ നിന്ന് ആ ഒരു സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു അഭിഷേകത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ചിന്തയിലും നമ്മുടെ ബോധമനസ്സിലും അപബോധമനസ്സിലും ഉപബോധമനസ്സിലും എല്ലാം കീറി കിടക്കുന്നത് ഈ ബന്ധനത്തെക്കുറിച്ചും, ഈ കൈവശത്തെക്കുറിച്ചും, ഈ കൂടത്തെക്കുറിച്ചും, അവിടെ ചെന്നപ്പം പറഞ്ഞു, ഇവിടെ ചെന്നപ്പം ഇവരും ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ സ്നേഹിക്കുവാൻ, ദിവികാരന് ഈശോയുടെ സാന്നിധ്യത്തിലിരുന്ന് ഈശോയോട് സംസാരിക്കുവാനും ഈശോയുടെ ആ ഒരു സാന്നിധ്യം അനുഭവിച്ചറിയുവാനൊക്കെ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഈ ബന്ധനത്തിനും ഈ കെട്ടിനും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതാകും. അല്ലെങ്കിൽ ഈ പിശാചിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നടന്ന് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് മാനസിക നിലയൊക്കെ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരും. എന്നാൽ ഇതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കരുത്. ഈശോയിൽ മാത്രം, പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുമ്പസാരത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തയിലാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിച്ച് ഈശോയുമായുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും സാന്നിധ്യവും ഒക്കെ സഹായിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.